അൺഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ഉപകരണത്തെ മൊത്തമായി അതിൻ്റെ ഭാഗങ്ങളെ അടക്കം നീക്കുന്നതിനെയാണ് അൺഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഒരു പ്ലംബർ അൺഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഷവർ ഉറപ്പിക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. ഇനി ഷവർ അഴിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ പോകുന്നു. ലക്ഷ്യങ്ങൾ: ഷവർ അഴിച്ചെടുക്കാൻ ആവശ്യമുള്ള ഉപകരണങ്ങൾ, വസ്തുക്കൾ, ഷവർ അഴിച്ചെടുക്കുന്ന വിധം. ഈ അധ്യായത്തിൽ നമ്മൾ ഷവർ അഴിച്ചെടുക്കുന്നത് എങ്ങനെയെന്നും അഴിച്ചെടുക്കാൻ ആവശ്യമുള്ള ഉപകരണങ്ങൾ, വസ്തുക്കൾ എന്തൊക്കെയാണെന്നും പഠിക്കാൻ പോകുന്നു. അഴിച്ചെടുക്കാൻ തയ്യാറെടുക്കുക. നടപടി 1: പണിയായുധങ്ങൾ എടുക്കുക. ഷവർ അഴിച്ചെടുക്കുന്നതിന് നമുക്ക് ഒരു പൈപ്പ് റെഞ്ച് മാത്രമാണ് വേണ്ടത്. ഷവർ അൺഇൻസ്റ്റലേഷൻ. ഷവർ ഹെഡ് മാറ്റിവെക്കുന്ന വിധം. ഈ അധ്യായത്തിൽ നമ്മൾ ഷവർ ഹെഡ് മാറ്റിവെക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ പോകുന്നു. സ്റ്റോപ്പ് കോക്ക് അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പഴയ ഷവർ ഹെഡ് കൈകൊണ്ട് ഊരിയെടുക്കുക. പഴയ ഷവർ ആം, ഫ്ലാഞ്ച് എന്നിവയെ പൈപ്പ് റെഞ്ച് കൊണ്ട് ഇളക്കി മാറ്റുക. പുതിയ ഷവർ ആമിൽ പുതിയ വാൾ ഫ്ലഞ്ച് വയ്ക്കുക. പുതിയ ഷവർ ആമിന്റെ മെയിൽ ത്രെഡിൽ ടെഫ്ലോൺ ടേപ്പ് പൊതിയുക. എന്നിട്ട് ഷവർ പോയിന്റ് FTA-യിൽ ഈ പുതിയ ഷവർ ആം തിരുകുക. അഡ്ജസ്റ്റബിൾ സ്പാനർ കൊണ്ട് ഇനി മുറുക്കണം. ഷവർ ആമിന്റെ ഫെക്സ് ഫിറ്റിംഗിൽ പിടിച്ചുകൊണ്ട് വേണം മുറുക്കാൻ. ഷവർ ആമിൽ ഷവർ ഹെഡ് ഘടിപ്പിക്കുക. അവസാനമായി സ്റ്റോപ്പ് കോക്ക് തുറന്ന് പുതിയ ഷവർ ഹെഡിൽ നിന്നും വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കുക. പഴയ ഷവർ ഹെഡ് മാറ്റി പുതിയത് വയ്ക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
അവലോകനം. ഇപ്പൊ കണ്ട കാര്യങ്ങളെ ഒരിക്കൽ കൂടെ നമുക്ക് ഓർമ്മിച്ചു നോക്കാം. സ്റ്റോപ്പ് കോക്ക് അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഷവർ ഹെഡ് കൈകൊണ്ട് ഊരിയെടുക്കുക. ഷവർ ആം, ഫ്ലാൻസ് എന്നിവയെ റെഞ്ച് കൊണ്ട് ഇളക്കി മാറ്റുക. ഷവർ ആമിൽ പുതിയ വാൾ ഫ്ലഞ്ച് വയ്ക്കുക. ഷവർ ആമിന്റെ മെയിൽ ത്രെഡിൽ ടെഫ്ലോൺ ടേപ്പ് പൊതിയുക. ഷവർ ആം ഷവർ പോയിന്റിൽ വെച്ച് പൈപ്പ് റെഞ്ച് വെച്ച് മുറുക്കുക. ഷവർ ആമിൽ ഷവർ ഹെഡ് ഘടിപ്പിക്കുക. ഷവർ ഹെഡിനും പൈപ്പുകൾക്കും കേട് സംഭവിക്കാതിരിക്കാൻ ശരിയായ ഉപകരണം ഉപയോഗിക്കുക. ഉപയോഗശേഷം ഉപകരണങ്ങൾ യഥാസ്ഥാനത്ത് എടുത്തു വയ്ക്കുക. അല്ലെങ്കിലോ അപകടം സംഭവിക്കും. ഷവർ ഹെഡ് അഴിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. പാഠഭാഗം ആസ്വദിച്ച് തന്നെയല്ലേ പഠിച്ചത്?